അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ അള്ളാഹു പറഞ്ഞയച്ചിട്ടില്ല. ലോകത്തിന് മുഴുവനും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്. ജീവിതത്തിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അവിടുത്തെ ദർശനങ്ങൾ മുഴുക്കയും കാരുണ്യവും സ്നേഹവും വാത്സല്യവും ഒരുമയും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് അവിടുത്തെ വാക്കുകളും പ്രവർത്തികളും പഠിക്കുന്ന ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും. കലാപകലുഷിതമായ സാഹചര്യങ്ങളിലും അനൈക്യവും ഛിദ്രതയും നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഓർക്കുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ട ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നതും ഉത്തമമായ സ്വഭാവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നാണ്. ഒരു മനുഷ്യനാകണമെങ്കിൽ ഉന്നതമായ സ്വഭാവമുണ്ടാകണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വഇന്നക ലഅലാ ഖുൽഖിൻ അളീം. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിൻ്റെ മേലിലാണ്, ഉത്തമമായ സ്വഭാവം. ഫഖൻ നബിയീന ഫി ഖൽഖിൻ വഫി ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമിൻ വലാ കറമീ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഭാവവും അവിടുത്തെ വിജ്ഞാനത്തിലും മറ്റൊരാളും അടുത്തിട്ട് പോലുമില്ലാത്ത വിധം ഉന്നതമാണ്. അത് മനുഷ്യരോട് മാത്രമല്ലല്ലോ. ലോകത്തെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചത്, മനുഷ്യരെ, നിങ്ങൾ ജനങ്ങളോട് കരുണയുള്ളവരായി മാറണം. ഇർഹമൂ മൻ ഫിൽ അർള്. ഭൂമിയിലുള്ള സകല വസ്തുക്കളോടും സകല മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും നിങ്ങൾ കാരുണ്യമുള്ളവരായി മാറണം എന്ന് പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ദിവസം ഒരു ഒട്ടകം ഓടി വരികയാണ്. ആ ഒട്ടകത്തിൻ പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കി, കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിനെ നോക്കി അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം എന്ന്. ഉടൻ അൻസാരികൾപ്പെട്ട ഒരു വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റേതാണ്. ഉടൻ ആ അൻസാരിയായ സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്ത വാക്ക്, ഇത്തഖില്ലാഹ ഫീഹ്. ഈ മിണ്ടാപ്രാണിയുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. കാരണം അതിനക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരം അതിനെ കൊണ്ട് ചുമപ്പിക്കുന്നു. സമയത്ത് നീ അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന പരാതിയാണ് ആ പാവം മിണ്ടാപ്രാണി എന്നോട് പറയുന്നത്. അതുകൊണ്ട് മിണ്ടാപ്രാണികളെ വേദനിപ്പിക്കരുതേ, അവരെ കഷ്ടപ്പെടുത്തരുതേ, അവരുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരു മിണ്ടാപ്രാണിയെപ്പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് മാണിക്കക്കല്ലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞ് കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞ് ഹബീബിൻ്റെ കൂടെ വരികയാണ്. വരുന്ന വഴിയിൽ ഞങ്ങളൊരു കൂട്ടിൽ പ്രാക്കുട്ടികളെ, കിളിക്കുട്ടികളെ, പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി. 2 പക്ഷിക്കുഞ്ഞുങ്ങൾ. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ എടുത്തു. പാവം അതിൻ്റെ തള്ളപ്പക്ഷി തലങ്ങും വിലങ്ങും പറക്കാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആ പക്ഷിക്കുഞ്ഞിനെ പിടിച്ചത്. ഉടൻ അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുക്കുന്ന മറുപടി, റദ്ദൂ വലദഹ ഇലൈഹ എന്നാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ളക്ക് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. ആ പാവം പക്ഷിക്കുഞ്ഞുങ്ങൾ അമ്മയെ കാണാതെ വേദനിക്കും. കുഞ്ഞ് പ്രായമാണ്. കുഞ്ഞിനെ പോലും, ഒരു പാവം പക്ഷിക്കുഞ്ഞിനെ പോലും നോവിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് അനുവദിച്ചിട്ടില്ല. ലോകം പഠിക്കണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദർശനങ്ങളെ. നമുക്കറിയാം, ഒരു പാവപ്പെട്ട മിണ്ടാപ്രാണി, ആ മിണ്ടാപ്രാണിയുടെ വായിൽ പടക്കം പൊട്ടിച്ച് അതിൽ ഉല്ലാസം കാണുന്ന ആധുനിക ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ പടക്കം വെക്കുകയും ആ പടക്കമുള്ള ഭക്ഷണം ഒരു ആന കഴിക്കുകയും ആനയുടെ വായിൽ വെച്ചുകൊണ്ടത് പൊട്ടി പാവം ആ മിണ്ടാപ്രാണിയുടെ വായ മുറിവായി അസഹ്യമായ വേദന സഹിക്കാൻ കഴിയാതെ ആ തല വെള്ളത്തിൽ താഴ്ത്തിപ്പിടിച്ച് ആന ചെരിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ ഓർക്കണം, കരുണയില്ലാത്ത കാലഘട്ടത്തിൽ
സ്നേഹമില്ലാത്ത മൃഗങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാം പഠിക്കേണ്ടതും പകർത്തേണ്ടതും 1400 വർഷം മുമ്പ് സ്നേഹം പഠിപ്പിച്ച, കാരുണ്യം പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ജീവിയെപ്പോലും നോവിച്ചിട്ടില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, പോകുന്ന യുദ്ധത്തിന് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഏതാനും ഉറുമ്പുകൾ കരിഞ്ഞു കിടക്കുന്ന രംഗം കണ്ടപ്പോൾ വേദനയോടുകൂടെ ആരാണിത് ചെയ്തത്? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനല്ലാതെ ഒരു ജീവിയെയും തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല, അർഹതയില്ലെന്ന് പറഞ്ഞ് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ ലോകത്ത് ജീവിച്ചു പോയ ഒരു നേതാവിനെയാണ് ലോകം പഠിക്കേണ്ടത്, ലോകം മനസ്സിലാക്കേണ്ടത്. അത് എല്ലാ മിണ്ടാ പ്രാണികളോട് പോലും, മനുഷ്യരോടും ജീവജാലങ്ങളോടും മുഴുവൻ ആളുകളെയും സ്നേഹിക്കാനല്ലാതെ ഒരിക്കലും വിരോധത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ മനസ്സ് കാണിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. യസ്സിറു വലാ തുഅസ്സിറു, ബശ്ശിറു വലാ തുനഫിറു, ഷഫീഉനാ റസൂലുള്ളാഹി. ഓ ജനങ്ങളെ, യസ്സിറു, നിങ്ങളെല്ലാവർക്കും എളുപ്പം ചെയ്തു കൊടുക്കണം. വലാ തുഅസ്സിറു, ഒരാൾക്കും പ്രയാസമുണ്ടാക്കരുത്. ബശ്ശിറു, നിങ്ങൾ മുഴുവൻ ആളുകൾക്കും സന്തോഷം നൽകണം. വലാ തുനഫിറു, ഒരാളെയും നിങ്ങൾ വെറുപ്പിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തൻ്റെ ശത്രുക്കളായി ജീവിച്ചവരോട് പോലും അള്ളാഹുവിൻ്റെ ഹബീബ് വൈരാഗ്യ മനസ്സോടുകൂടെ പെരുമാറിയിട്ടില്ല. തൻ്റെ എതിരാളികളോട് പോലും വിരോധ മനസ്സോടുകൂടെ പെരുമാറാത്ത വിധം അവർക്കും കാരുണ്യവും സ്നേഹവും നിലനിർത്തണമെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവിൻ്റെ അനുയായികളാണ് മുസ്ലിം സമൂഹമെന്ന് നാം പഠിക്കണം, മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ഒരിക്കൽ ചോദിച്ചു, നബിയെ, ഉഹുദിനേക്കാളും പ്രയാസമുള്ള മറ്റൊരു ദിവസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉഹുദിനേക്കാൾ പ്രയാസമുള്ള, ഉഹുദിനേക്കാൾ ദുഃഖമുള്ള മറ്റൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബിയെ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുണ്ട്, ആയിഷ, ഉണ്ട്. ഞാൻ ത്വായിഫിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ കുടുംബക്കാരെന്നെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കിട്ടിയതോ അക്രമങ്ങളായിരുന്നു. അന്നെൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു, എൻ്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ട ദിവസമാണ്. ആ സമയത്ത് എനിക്ക് മേഘം മറയിട്ട് തന്നു. ആ മേഘക്കൂട്ടത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു ഞാൻ, ഓ അള്ളാഹുവിൻ്റെ ഹബീബേ, അങ്ങയുടെ കുടുംബക്കാർ ത്വായിഫുകാരെ ക്രമിക്കുന്ന അക്രമം അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് അനുവാദം തരിക. ത്വായിഫ് മലക്കിടയിലുള്ള സ്ഥലമാണ്. ഈ രണ്ട് മലയെയും അടുപ്പിച്ച് നിർത്തി അവരെ ഞങ്ങൾ മലക്കിടയിലിട്ട് നശിപ്പിച്ച് കളയാം എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു. ദുഃഖവും വേദനയും കടിച്ചമർത്തി രക്തം വാർന്നൊരുകി കഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്ത മറുപടി, അരുതേ അള്ളാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അവർക്ക് നീ പുറത്ത് കൊടുക്കണേ. അവരുടെ മുതുകിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ നല്ല മനുഷ്യർ പറക്കുമല്ലോ. അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യരുതേ, ആക്രമിക്കരുതേ. ശരീരത്തിലൂടെ രക്തമൊലിക്കുന്ന സമയത്ത് പോലും അക്രമികൾക്ക് മാപ്പ് കൊടുത്ത് സ്നേഹവും കാരുണ്യവും ലോകത്ത് പഠിപ്പിച്ച ഒരു നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തിരിച്ചു വരുന്ന വഴിയിൽ അല്പം വിശ്രമിക്കാൻ കിടന്നു. ആ സമയത്ത് ഇസ്ലാമിൻ്റെ ഒരു ശത്രു, പ്രവാചകൻ്റെ ഒരു എതിരാളി കടന്നു വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തൂക്കിയിട്ട ആ വാളെടുത്തിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചു, അല്ല, ഈ സമയത്ത് നിന്നെ ആരാണ് ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന്, ആരാണ് ഈ വാളിൽ നിന്ന് അങ്ങയെ രക്ഷപ്പെടുത്തുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിച്ചപ്പോൾ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എന്ന് മറുപടി പറഞ്ഞു. അതോടുകൂടെ ഈ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. താഴെ വീണ വാളെടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് ശത്രുവിനോട് തിരിച്ചു ചോദിച്ചു, ഫമൻ യംനഉക മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷപ്പെടുത്തുക? ഉറങ്ങിക്കിടക്കുമ്പോൾ വാളെടുത്ത് പ്രവാചകൻ്റെ ജീവിതം അപായപ്പെടുത്താൻ ശ്രമിച്ച ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാള് തിരിച്ചെടുത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് ആര് രക്ഷപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊരു മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം വാള് പിടിച്ചവരിൽ ഖൈറായവർ നിങ്ങളാണെന്ന് മറുപടി കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും ആ മനുഷ്യന് പോകാൻ അനുവാദം കൊടുക്കുകയും
സന്തോഷത്തോടു കൂടെ ആ ശത്രു തിരിച്ചുപോയി തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ വാക്ക് ഹദീസിൽ കാണാൻ കഴിയും. ജിഅ്തുകും മിൻ ഇൻദി ഖൈരിൻ നാസ്, ഞാൻ ജനങ്ങളിൽ ഏറ്റവും ഹൈറായ ഒരു മനുഷ്യൻ്റെ അരികിൽ നിന്നാണ് വരുന്നത്. ശത്രുവിനോട് പോലും കാരുണ്യം കാണിക്കുന്ന, എതിരാളികളോട് പോലും വിരോധം കാണിക്കാത്ത, സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായ ഒരു നേതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ വരുന്നു എന്ന് സ്നേഹിതന്മാരോട് പറയത്തക്ക വിധം അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്താരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും കാണാൻ. യുദ്ധമുഖത്തുള്ള ചില ഹദീസുകൾ പൊക്കിപ്പിടിച്ച് പ്രവാചക ദർശനങ്ങളെ ഭീകരവാദവും തീവ്രവാദവുമായി ചിത്രീകരിക്കുന്നവരുണ്ട്. വിശുദ്ധമായ ഖുർആനിനെ തീവ്രവാദത്തിൻ്റെ ആശയമുള്ളതായി പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവരറിയണം, യുദ്ധരണാഭൂമിയിലെ ചില ആയത്തുകൾ മാത്രമാണ് അവരതിന് പൊക്കിപ്പിടിക്കുന്നത്. അങ്ങനെ ശത്രുവിനെ ആക്രമിക്കാനും വേദനിപ്പിക്കാനും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഏതൊരു മുസ്ലിം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവൻ്റെ കയ്യിൽ വാളുണ്ടാകുമായിരുന്നു. പക്ഷേ ശത്രുവിന് ഒരാൾക്ക് നേരെയും വാള് ചൂണ്ടുക പോലും ചെയ്യരുതേ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകർ ലോകത്തെ പഠിപ്പിച്ചത് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സകല വസ്തുക്കളോടും നിങ്ങൾ കരുണയുള്ളവരാകണം, സ്നേഹമുള്ളവരാകണം എന്നാണ്. മാംസം, പശുവിനിറച്ചി എന്ന പേര് പറഞ്ഞ് ചില മാംസം കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ അടിച്ചു കൊല്ലുന്ന മനുഷ്യർ ജീവിക്കുന്ന ലോകത്ത് അവർ പഠിക്കണം എന്താണ് കാരുണ്യമെന്ന്, അവരറിയണം എന്താണ് സ്നേഹമെന്ന്. അത് പഠിക്കേണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് ആധുനിക ലോകം ഇത് പഠിക്കേണ്ടത്. മാത്രമല്ല, ഇന്ന് നമുക്കറിയാം ഇസ്ലാം വൈരാഗ്യത്തോടുകൂടെയും വളരെ മോശമായ നിലക്കും പെരുമാറുന്നു എന്ന് പറയുന്നു സ്ത്രീകളോട്. സത്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം സകല വസ്തുക്കളോടും ഉണ്ടായ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാരുണ്യം നിറഞ്ഞു നിന്നൊരു വിഭാഗമാണ് സ്ത്രീ സമൂഹം. ഖിയാറക്കും അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നു, ഖിയാറക്കും ലിനിസായിക്കും, നിങ്ങളിൽ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണ് നിങ്ങളിൽ നല്ല മനുഷ്യരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6-ാം നൂറ്റാണ്ടിലെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. സ്വന്തം ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അവിടെ മുഖം വികൃതമാവുകയും ജീവനോടുകൂടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ കടന്നു വന്നിട്ട് കുഴിച്ചു മൂടുന്ന പിതാക്കളോട് പ്രവാചകർ പറഞ്ഞു, അരുതേ, പാവം പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളുണ്ടായി, ആ പെൺകുഞ്ഞുങ്ങളെ ഫാദ്യബഹുന്ന, നിങ്ങളവർക്ക് അദബ് പഠിപ്പിച്ചു, നിങ്ങളവർക്ക് അച്ചടക്കം പഠിപ്പിച്ചു. എന്നിട്ട് അവർക്കനുയോജ്യരായ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്താൽ ദഖലൽ ജന്ന, രക്ഷിതാക്കളെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾക്ക് സ്വർഗം നേടണോ എങ്കിൽ നിങ്ങൾ പെൺകുട്ടികളെ സ്നേഹിക്കണം, പെൺകുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം, അവർക്ക് നന്നായി അവർക്ക് അനുയോജ്യമായ ഭർത്താവിനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സ്ത്രീകളെ സ്നേഹിക്കാൻ പറഞ്ഞ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും തൻ്റെ നാവ് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസിൽ കാണാം. നാവിങ്ങനെ അവസാനത്തെ ചലനത്തിൻ്റെ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ ഹബീബിലൂടെ വന്ന വാക്ക് വസ്തൗസു ലിന്നിസാഇ ഖൈറാ ഔ കമാ ഖാൽ, ഓ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ വേദനിപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. ആധുനിക ലോകത്ത് നമ്മളറിയാം, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും തീരാത്ത കാമവെറിയന്മാർ അവസാനം ആ പെൺകുട്ടിയെ മാറി ബലാത്സംഗം ചെയ്ത് ക്രൂരമായി നാവ് മുറിച്ചെടുത്ത് അവസാനം കൊന്നുകളയുന്ന വേദനാജനകമായ കാലഘട്ടത്തിൽ നാം പഠിക്കണം. 1400 വർഷം മുമ്പ് ലോകത്തെ പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം, അലാ വസ്തൗസു ബിന്നിസാഇ ഖൈറാ. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഇന്ന അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖാ, നിങ്ങളിൽ പരിപൂർണ വിശ്വാസി ആരാണെന്നറിയുമോ? അഹ്സനുഹും ഖുൽഖാ, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരാണ്. വഅൽതഫഹും ലിഅഹ്ലിഹി, ഭാര്യയോടും മക്കളോടും സ്നേഹത്തോടുകൂടെ പെരുമാറുന്നവരാണ്. ആ സ്നേഹവും ആ ഒരു സൗഹാർദ്ദവും ഒരുമയും കാത്തു സൂക്ഷിക്കുന്നവരാണ് നിങ്ങളിൽ യഥാർത്ഥ വിശ്വാസി. 5 നേരം നിസ്കരിക്കുന്നവരെന്നല്ല, റമളാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവരെന്നല്ല, ഭാര്യമാരോടും മക്കളോടും
പൊതുജനങ്ങളോടും സ്നേഹത്തോടെ കരുണയോടുകൂടെ ആരാണോ സഹവസിക്കുന്നത്, ആരാണോ പെരുമാറുന്നത്, അവരാണ് യഥാർത്ഥ സ്വർഗാവകാശികൾ, അവരാണ് പരിപൂർണ വിശ്വാസമുള്ളവർ എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം നിങ്ങൾ അറിയണം. യുദ്ധത്തിന് പോയി യുദ്ധഭൂമിയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന വാർത്ത അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. ഈ സ്ത്രീ ശത്രുപക്ഷത്തുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വാർത്ത അള്ളാഹുവിൻ്റെ ഹബീബ് അറിഞ്ഞൊരു സംഭവമുണ്ട്. അതേ പ്രകാരം കുട്ടികൾ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ മറ്റൊരു യുദ്ധം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബ് അവരോടൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളൊരിക്കലും പാവം പെൺകുട്ടികളെ നിങ്ങൾ കൊല്ലരുതേ, അതേ പ്രകാരം സ്ത്രീകളെ നിങ്ങൾ കൊന്നുകളയരുത്, കുട്ടികളെയും നിങ്ങൾ കൊന്നുകളയരുത് എന്നാണ്. കുഞ്ഞുങ്ങളോട് കുട്ടികളോട് കാരുണ്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പാവം സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്നറിഞ്ഞിട്ട് പോലും പുതിയൊരു രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ആ 2 കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിച്ച ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയണം, 1400 വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് കുഞ്ഞുങ്ങളോട് കാണിച്ച സ്നേഹം, സ്ത്രീകളോട് കാണിച്ച കാരുണ്യം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് യംഷി അലാ അർബഇൻ, 4 കാലിൽ നടക്കുകയാണ്, കൈയും കാലും കുത്തി നടക്കുന്നു. അതിൻ്റെ മുകളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കയറിയിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളെ റസൂലുള്ള മുട്ടുകുത്തി നിന്ന് പുറത്തിൻ്റെ മുകളിൽ കയറ്റി ആ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടു കൂടെ ആനന്ദകരമായി ആ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന, കുട്ടിക്കളി കളിക്കുന്ന ലോകത്തിൻ്റെ നേതാവിനെ നമ്മൾ കാണുകയാണ്. സ്വന്തം പ്രവാചകൻ്റെ മടിയിൽ ഒരു കൊച്ചു പൈതലിനെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നു. മുത്തുനബിയുടെ മടിയിൽ ആ കുട്ടി കാഷ്ടി മൂത്രിക്കുന്നു. ആ മൂത്രിച്ചിട്ട് പോലും യാതൊരു വെറുപ്പും കാണിക്കാതെ ആ കുഞ്ഞിൻ്റെ കവളത്ത് ചുംബനങ്ങൾ അർപ്പിച്ച് എത്രയോ സമയം ആ കുഞ്ഞിനെ കളിപ്പിച്ച ശേഷം ഉമ്മയെ തിരിച്ചേൽപ്പിച്ച അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം, ആ കാരുണ്യം ലോകത്തുള്ള സകല ചരാചരങ്ങളോടും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാരുണ്യം ലോകത്ത് മനുഷ്യരെ നാം പ്രാവർത്തികമാക്കുക. 1400 വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞ വാക്കാവട്ടെ, ഈ റബീഉൽ അവ്വലിൽ നമുക്ക് ലോകത്തിന് സമ്മാനിക്കാനുള്ളത് ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സകല വസ്തുക്കളും മനുഷ്യരോടും ജീവികളോടും എല്ലാ മനുഷ്യരോടും എല്ലാ മതക്കാരോടും നിങ്ങൾ കരുണ കാണിക്കണം. എങ്കിൽ ഇർഹമുഹും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ആ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. 1400 വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ സന്ദേശം ലോകം പഠിക്കണം, ലോകം വിലയിരുത്തണം. ആ സന്ദേശത്തിലേക്ക് മനുഷ്യർ കടന്നു വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹബീബ് കാണിച്ച ആ ഒരു ചര്യ അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ ഖൈറിലും സമാധാനത്തിലുമാക്കണേ തമ്പുരാനെ. ലോക മനുഷ്യർക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. ഒരുമയോടെ കരുണയോടെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള മനസ്സ് മുഴുവൻ ജനങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവിൻ്റെ പ്രവാചകർ കാണിച്ച ദർശനം അതനുധാവനം ചെയ്ത് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.